Am I audible? Okay. Today we are going to discuss the first module in our syllabus, that is elementary concepts of electric circuits. Okay, this is the first module in our syllabus, and this is the first module in electrical section. Okay, and first of all we have to go through the syllabus. Okay, that is elementary concepts of DC electric circuits. That is the heading of the first module, and we have to study the basic terminology including voltage, current, power, resistance, CMF. ഓക്കെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ? ബേസിക് ടെർമിനോളജീസ് റിലേറ്റഡ് ടു ദി ഇലക്ട്രിക് സർക്യൂട്ട്സ് ലൈക്ക് വോൾട്ടേജ്, കറന്റ്, പവർ, റെസിസ്റ്റൻസ്, എക്സെട്ര. Then resistance is in series and parallel connection. Okay, and also we are discussing the numericals related to how solving a series and parallel connected networks. Then current and voltage division, and then capacitors and inductors. Then Ohm's Kirchhoff's laws. Okay, Ohm's law and Kirchhoff's laws means there are two laws. Kirchhoff's current law and Kirchhoff voltage law. Okay, our two laws നമുക്ക് പഠിക്കണം. Then comes star delta conversion and delta to star. രണ്ട് conversion അവിടെ പഠിക്കുന്നുണ്ട്. Okay, first module first section ഇതാണ് elementary concepts of DC electric circuits ആണ്. Okay, and the next section comes analysis of DC electric circuits ആണ്. Okay, first of all we are studying how a DC electric circuit or how the components are there in the DC electric circuits and its basic terminologies. Okay, and the second section we are discussing analysis of DC electric circuits. Okay, analysis means how an electric circuit can be analyzed or how an electric circuit can be solved. That is analysis of DC electric circuits. There we are discussing mesh current method, matrix representation, then solution. അതിന് solution പഠിക്കുന്നുണ്ട്. Means mesh current method യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ എങ്ങനെ അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോഡ് വോൾട്ടേജ് മെത്തേഡ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനും നെറ്റ്വർക്ക് സൊല്യൂഷനും പഠിക്കുന്നുണ്ട്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എന്താണ് DC ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ എലമെന്ററി കോൺസെപ്റ്റ്സ്, അതിൽ ബേസിക് ടെർമിനോളജീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഓംസ് ലോ എന്താണ്, ക്രിച്ചോഫ്സ് ലോസ് എന്താണ്, ആൻഡ് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ അതും പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് സെഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ അനാലിസിസ് ആണ് ബൈ യൂസിങ് മെഷ് കറന്റ് മെത്തേഡ് ആൻഡ് നോഡൽ അനാലിസിസ് അല്ലെങ്കിൽ നോഡ് വോൾട്ടേജ് മെത്തേഡ്. ആ ടു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു DC ഇലക്ട്രിക് സർക്യൂട്ട്സിനെ എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് സെഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പറയുകയാണെങ്കിൽ ഇതിൽ മോർ ഇമ്പോർട്ടൻസ് അതിന് ന്യൂമറിക്കൽസിനാണ്. ഓക്കെ, ഒരു 40% തിയറി ഉണ്ടാവും, ബാക്കി 60% എന്താണ് ന്യൂമറിക്കൽസ് ആണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 30% അത്രേ തിയറി പോർഷൻസ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്താണ് 70%ഓളം ന്യൂമറിക്കൽസ് ആണ്. ബട്ട് സിമ്പിൾ ആണ്, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ന്യൂമറിക്കൽസ് എന്ന് വെച്ചാൽ നമ്മൾ കിർച്ചോഫ്സ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ്, കറന്റ് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ്, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അതിന്റെ ന്യൂമറിക്കൽസ് ഉണ്ട്. പിന്നെ മെഷ് കറന്റ് മെത്തേഡും നോഡ് വോൾട്ടേജ് മെത്തേഡും എന്താണ് ആക്ച്വലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നീറ്റ് ആയിട്ട് ആ ഒരു പ്രൊസീജിയർ, സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നല്ലൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മൊഡ്യൂളാണ്. ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ ബേസിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നീറ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് മൊഡ്യൂളിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്ന സെക്ഷൻസ് എന്തായിരുന്നു? ബേസിക് ടെർമിനോളജീസ് ആണ് അല്ലെ. അപ്പൊ അതില് വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? We are already familiarized with static electricity in +1, +2. Okay, what is static electricity? Any idea? Static electricity is usually created when materials are pulled apart or rubbed together
causing positive charges to collect on one material and negative charges on another surface. Okay, that is called static electricity, or in that way we can create the static electricity. ചെറിയ ക്ലാസ്സിൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? എ കോംബ് നമ്മൾ ഹെയറിൽ നല്ലോണം റബ് ചെയ്യും, ആൻഡ് വി ആർ പ്ലേസിംഗ് ദാറ്റ് rubbed comb near to a small pieces of paper, and while then when we are making the comb near to the papers, then the paper get attracted to the comb. ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അതെന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ആ ഒരു കോംബ് വെച്ച് ഹെയറിൽ റബ് ചെയ്യുന്ന സമയത്ത് അവിടെ വൺ സൈഡിൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും, ആൻഡ് അനദർ മെറ്റീരിയൽ നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കോംബ് ഒരു പേപ്പർ പീസസിന്റെ നിയറിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ചാർജ് ഡിഫറൻസ് കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും? ആ പേപ്പർ പീസസ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ചെയ്തിട്ടുണ്ട്. നോക്കിയതല്ലേ? അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തതല്ലേ ചെറിയ ക്ലാസ്സസിൽ? അല്ലാതെ വേറെ ഏതൊക്കെയാണ് എക്സാമ്പിൾ, ഏതൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വരുന്നത്? ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ഒക്കുറൻസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്. ലൈറ്റ്നിങ്ങിന്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അവിടെ എന്താ? രണ്ട് ക്ലൗഡ്സ് നിയർ ആയിട്ട് വരുന്ന രണ്ട് ക്ലൗഡ്സിൽ ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ചാർജ് ഡിഫറൻസ് കൊണ്ടാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. ദെൻ കോമ്പിംഗ് ഹെയർ, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി വാക്കിംഗ് അക്രോസ് എ കാർപ്പറ്റ് ആൻഡ് ഗെറ്റിംഗ് ഷോക്ക്ഡ്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സഡൻലി നമ്മൾ ഒരു കാർപ്പറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ഷോക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ചെയറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലർക്ക് നമ്മുടെ ഈ കൈയുടെ ഹെയർ ഒക്കെ ആ ചെയറിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടിവിയുടെ ഡിസ്പ്ലേയുടെ അടുത്തൊക്കെ നമ്മളെ ഹാൻഡ് വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഹെയർ ഒക്കെ അതിനോട് അട്രാക്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിന്റെ ഒക്കുറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഡിഫറെന്റ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് നിയർ ആയിട്ട് വരുന്ന മെറ്റീരിയൽസിൽ ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡും ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡും ആയിട്ട് നിൽക്കുന്ന ഒരു കേസ്. ഓക്കെ, അവിടെ എന്താണ്? ഫ്ലോ ഇല്ല, സ്റ്റാറ്റിക് ആണ്. ഓക്കെ, ചാർജ് കാരിയേഴ്സ് ഒക്കെ സ്റ്റാറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ types of electricity is basically classified into two. They are direct current and alternating current. Okay, direct current or representing DC, and next one is the alternating current or AC. Okay, these are the basic classifications of electricity. Okay, അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ? എന്താണ് ഡയറക്റ്റ് കറണ്ട്? ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ ഇറ്റ് ഹാസ് ഓൺലി യൂണി ഡയറക്ഷണൽ ഫ്ലോ അല്ലേ? ഡി സി ആണെങ്കിൽ എന്താ? യൂണി ഡയറക്ഷണലാണ്. പോസിറ്റീവ് സൈഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ദർ ഇസ് നോ നെഗറ്റീവ് സൈഡ്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററിയിലും അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ്? ഡി സി ആണ്, ഡയറക്റ്റ് കറണ്ട് ആണ് അല്ലെ? അതുപോലെ ഈ ഡയറക്റ്റ് കറണ്ട് നമ്മൾ സെല്ലിലൊക്കെ ഉള്ളത് ഡയറക്റ്റ് കറണ്ട് ആണ്. എന്താണ് ഈ ഡയറക്റ്റ് കറണ്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഡയറക്റ്റ് കറണ്ടിന് നമുക്ക് ഏതെങ്കിലും ഒരു ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്കൊരു സെൽ എടുക്കുകയാണെങ്കിൽ, ഒരു ബാറ്ററി സെൽ എടുക്കുകയാണെങ്കിൽ ഡി സി കറണ്ടിന് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് പോർട്ടബിൾ ആണ്. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വൺ പ്ലേസ് ടു അനദർ പ്ലേസ് നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് ഡി സി കറണ്ടിന്റെ പെക്യുലാരിറ്റീസ്. ആൻഡ് അത് യൂണി ഡയറക്ഷണൽ ആയിരിക്കും, അതിന് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, types of electricity is used in most, if not at all, electronics we have today. Currents only flows in one direction. Okay, that is called DC. Current or voltage that flows only in one direction. That is called DC or DC current ആണെങ്കിൽ current that flows only in one direction. Okay, അതിന്റെ എക്സാമ്പിൾസ് ആണെങ്കിൽ MP3 പ്ലെയർ, റേഡിയോസ്, ഇലക്ട്രിസിറ്റി ഇൻ കാർസ്, അവിടെയൊക്കെ എന്താണ്? ആൻഡ് എല്ലാ ബാറ്ററീസിലും എന്താണ്? DC കറണ്ട് ആണ്. Okay, next എന്താണ്? alternating current. Alternating current in the name itself എന്താണ്? which is a
വാരിയിങ് കറണ്ട് അല്ലേ? ഓൾട്ടർനേറ്റീവ്ലി അത് വാരി ചെയ്യും. അപ്പോൾ ഒരു എ സി കറണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതുപോലെ ഓൾട്ടർനേറ്റീവ്ലി വാരിയിങ് ആണ്. ഇറ്റ് ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്സ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, അത് ഓൾട്ടർനേറ്റീവ്ലി വാരി ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു വേരിയേഷൻ പെർ സെക്കൻഡ് ഇതുപോലെ എത്ര സൈക്കിൾസ് വരും? ഇപ്പം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കമ്പൈൻ ചെയ്തതാണ് വൺ സൈക്കിൾ. Okay, one cycle of a AC current എന്ന് പറഞ്ഞാൽ it composed of one positive half cycle and one negative half cycle. Okay, ഇതാണ് എന്ത് one cycle. Okay, അപ്പോൾ one cycle പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ how many cycles are appearing in 1 second, that is called frequency. Okay, frequency. DC കറണ്ടിന്റെ കേസിൽ there is no term frequency. അവിടെ കോൺസ്റ്റന്റ് കറണ്ട് ആണ്, അവിടെ ഓൾട്ടർനേറ്റിംഗ് ഒന്നുമില്ല. സോ അവിടെ എന്താണ്, ഒരു ഫ്രീക്വൻസി എന്നുള്ള ടേം ഇല്ല, അവിടെ ഫ്രീക്വൻസി 0 ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, ഒരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡിൽ എത്ര നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 50 ഹെർട്സ് ആണ് നമ്മുടെ cycles ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സെക്കൻഡിൽ 60 സൈക്കിൾസ് വരും. ഓക്കെ, അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, വേരിയിങ് ആണ്, അതിന് പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ എന്താണ്, ഇത് നമുക്ക് ഏതെങ്കിലും ഇത് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഡി സി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാറ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ബട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതൊരു സൈഡിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡിലേക്ക് നമ്മൾ ത്രൂ കേബിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയം ത്രൂ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ഓഫ് എ സി യൂസേജ് വരുവാണെങ്കിൽ കിച്ചണിൽ മോസ്റ്റ് ഓഫ് ദ എക്യുപ്മെന്റ്സും എന്താണ്, എ സിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ എ സിയിലാണ്, എയർ കണ്ടീഷൻ ഒക്കെ എ സിയിലാണ്, കമ്പ്യൂട്ടർ ചാർജസ് ഒക്കെ എ സിയിലാണ്. ആൻഡ് നമ്മുടെ ഹൗസ് ഹോൾഡിൽ നമ്മുടെ പ്ലഗ് പോയിന്റിൽ വരുന്നത് എന്താണ്, അത് എ സി കറണ്ട് ആണ് അല്ലെ, നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് എ സി കറണ്ട് ആണ്. ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ഡി സിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിന് നമുക്ക് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ ഒരു എക്യുപ്മെന്റിലേക്ക് സപ്ലൈ കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മൊബൈൽ ചാർജേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താ, അവിടെ ഒരു എ സി ടു ഡി സി കൺവേർട്ടർ ഉണ്ടാവും, അതിൻ്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും ഉണ്ടാവും. ഓക്കെ, ഒരു സ്പെസിഫിക് അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു എ സി വാല്യൂവിനെ നമ്മുടെ ഫോണിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെസിഫിക് വാല്യൂയിലേക്ക്, ഒരു സ്പെസിഫിക് ഡി സി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ചാർജിങ് ഒക്കെ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൗസ് ഹോൾഡിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഇറ്റ്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓക്കെ, ഇനി അതിന്റെ ജനറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ നമുക്ക് different basic terminologies related to electric circuits discuss ചെയ്യാം. Okay, first one is the voltage. Okay, first one is the voltage. Volts is the electromotive force that causes the electrons to flow, or electrons to flow means flow of electron is called current. Okay, that forces the current to flow, അങ്ങനെയും പറയാം. അപ്പോൾ volt is the electromotive force that causes the electrons to flow. Okay, and voltage can also be thought of as the electrical force that pushes the electrons in a wire. Okay, അതാണ് വോൾട്ടേജ്. ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യാൻ ഇൻ ദ സെൻസ് എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ത്, കറണ്ട്. സോ ഒരു കണ്ടക്ടറിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ റീസൺ ആയിട്ടുള്ളത് എന്താണ്, അവിടെയുള്ള വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പം ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു കണ്ടക്ടറിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ പോസിബിൾ ആവുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വോൾട്ടേജ് ആണ്. ഒരു വോൾട്ടേജ് ഉള്ളത് കൊണ്ട്, ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ വരുന്നത്. കറണ്ട് ഫ്ലോ പറഞ്ഞാൽ എന്താണ്, മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം വോൾട്ടേജ് ക്യാൻ ഓൾസോ ബി എ തോട്ട് ഓഫ് ആസ് ദ ഇലക്ട്രിക്കൽ ഫോഴ്സ്. So voltage is an electrical force that pushes the electrons in the wire. Okay, and unit of volt എന്താണ്, volt. വോൾട്ടേജിന്റെ യൂണിറ്റ് ഓഫ് വോൾട്ടേജ് എന്താണ്, വോൾട്ട്സ് ആണ്. അത് നമ്മൾ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. 10 വോൾട്ട്, 6 വോൾട്ട്, 5 വോൾട്ട് വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് സിമ്പിൾ ഫോർ വോൾട്ടേജ് എന്താണ്, ഇ ആണ്. വോൾട്ടേജിന്റെ സിമ്പിൾ എന്താണ്, വോൾട്ടേജിന്റെ സിമ്പിൾ ഇ ആണ്. ബട്ട് നമ്മൾ യൂണിറ്റ് വോൾട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടാണ്.
Okay, and here is a schematic symbol for a DC voltage source. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു DC വോൾട്ടേജ് സോഴ്സിന്റെ സ്കീമാറ്റിക് സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് പൊതുവെ ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. ലെങ്ത് കൂടുതലുള്ള ലൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ലെങ്ത് കുറവുള്ള ലൈൻ വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ദ നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ദിസ് ഇസ് ദ സിമ്പിൾ ഫോർ DC voltage. Okay, and how we can represent an AC voltage? This is the symbol for AC voltage. Okay, this is the symbol for AC voltage. AC voltage നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഇലക്ട്രിക്കൽ ഫോഴ്സ് ദാറ്റ് പുഷസ് ദ ഇലക്ട്രോൺസ് ഇൻ എ വയർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് വോൾട്ട് representing capital V, and voltage is represented by a symbol of E. E എന്നാണ് represent ചെയ്യുക. And this is the schematic representation of DC voltage, and this is the schematic representation of AC voltage. Okay, എത്ര വരെ ക്ലിയർ ആണോ? ഓഡിബിൾ അല്ലേ? ഓക്കെ, എൻ്റെ വോയിസ് ക്ലിയർ അല്ല എന്നാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. Next comes the voltage water analogy. Okay, voltage water analogy means നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ പോസിബിൾ ആണ്. എന്താണ്? ഇഫ് യു ആർ ടേക്കിംഗ് എ പോട്ട് വിത്ത് സം എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് പ്ലേസിംഗ് ഓൺ എ ടേബിൾ, ആൻഡ് ഇതുപോലെ ഒരു ആ ഒരു പോട്ടിൽ എന്താ ഇതുപോലെ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു പൈപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പൊ നോർമൽ കേസിൽ ഫസ്റ്റ് കേസ് ഇതാണ്. ഫസ്റ്റ് കേസിൽ ഈ ഒരു പോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് ഇത്രത്തോളമേ വരുന്നുള്ളൂ. ഓക്കെ, അത് നമുക്കൊരു വാല്യൂ എത്രയെങ്കിലും ഒരു ഹൈറ്റിലാണ് അത് ഉള്ളത്. ആ ടൈമിൽ ഈ ഒരു പോട്ടില് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഓപ്പണിംഗ് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പൈപ്പ് വഴി എത്രയെങ്കിലും ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യും അല്ലെ? ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പം ഇവിടെയുള്ള ഈ ഒരു വാട്ടർ ആണ് ആക്ച്വലി എന്ത്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ്. ഓക്കെ, ഈ ഒരു ഹൈറ്റ് ആണ് എന്ത്? ആ വോൾട്ടേജ്. ഒരു ഹൈറ്റ് ആണ് ആക്ച്വലി എന്ത്? ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ ഇതുപോലെയാണുള്ളത്. സെക്കൻഡ് കേസ് നോക്കിയേ. While observing the second case, we can see that the height is increased. അല്ലെ? ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ ഒരു പോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ് ചെയ്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും നിങ്ങൾ പറയും? ഇപ്പൊ ഫസ്റ്റ് കേസിലാണോ സെക്കൻഡ് കേസിലാണോ ഈ ഒരു പൈപ്പിൽ കൂടിയുള്ള ഫ്ലോ വാട്ടർ ഫ്ലോ കൂടുതൽ ഉണ്ടാകുക? ഏത് കേസിലായിരിക്കും? ഫസ്റ്റ് കേസിൽ ഹൈറ്റ് ഇത്രത്തോളമേ വരുന്നുള്ളൂ. സെക്കൻഡ് കേസിൽ ഹൈറ്റ് കൂടി. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു എവിടെയാണ് വാട്ടർ ഫ്ലോ കൂടുതൽ ഉണ്ടാകുക? ഓക്കെ, സെക്കൻഡ് കേസിലാണ് അല്ലെ? അപ്പൊ സെക്കൻഡ് കേസിലാണ് വാട്ടർ ഫ്ലോ കൂടുതൽ ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ അത് ആ ഒരു ഹൈറ്റ് ഡിഫറൻസിനെ നമ്മൾ വോൾട്ടേജുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇഫ് സ്മോൾ ഹൈറ്റ് ആണെങ്കിൽ ലോ വോൾട്ടേജ് ആണ്. സോ ലോ കറണ്ട് വിൽ ഫ്ലോ. ഓക്കെ, വോൾട്ടേജ് കുറവാണെങ്കിൽ കുറച്ച് കറണ്ടേ ഫ്ലോ ചെയ്യുള്ളൂ. സോ ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ എന്താ? ഹൈറ്റ് ഡിഫറൻസ് കുറവാണ്. സോ ആ പോട്ടിലുള്ള കുറച്ച് വാട്ടർ മാത്രമേ ത്രൂ ദ പൈപ്പ് ഔട്ട്സൈഡിലേക്ക് വരുള്ളൂ. ഓക്കെ, but when we are increasing the height difference, then we can see that the water flow is increasing. Okay, a pipe il koodula water flow is increasing, which means endana? If you are increasing the voltage, that is high voltage, then the current flow will also be increasing. Okay, but larger the voltage, larger the current flow. അതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വാട്ടർ വോൾട്ടേജ് അനലോഗി മനസ്സിലായോ? നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഈ ഒരു ഹൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആ പോട്ടിലുള്ള വാട്ടറിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ? ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ്. ഫസ്റ്റ് കേസിൽ ഇത്രയേ ഹൈറ്റ് ഉള്ളൂ. സോ അത്ര വാട്ടറെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബട്ട് വെൻ വി ആർ ഇൻക്രീസിംഗ് ദ ഹൈറ്റ്, ഹൈറ്റ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? മോർ വാട്ടർ വിൽ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ ഹൈറ്റ് ആണ് അവിടെ ആ ഒരു വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് സിമിലർലി നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലേക്ക് എടുക്കുന്നത്. എന്താണ്? ആ ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. Okay, and the height is analogous to what? Voltage. Okay, the lower the height, lower the voltage and lower the current flow, and this bigger the height, voltage is also higher and the current flow also increases. Okay, that is voltage water analogy. Comparison വേണ്ടിയിട്ട് പറയാം.
ഓക്കെ, ഇതൊന്ന് ഈ PPT ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക, അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നെക്സ്റ്റ് ടേം ഈസ് കറണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ what is voltage discuss ചെയ്തു. Next we have to discuss the another term, that is current. Okay, current is defined as the flow of electrons. Flow of electrons ആണ് എന്ത് current, or rate of change of electrons നെയാണ് നമ്മൾ current എന്ന് പറയുന്നത്. Okay, and current is represented by capital I. ഇതിന്റെ സിമ്പിൾ ക്യാപിറ്റൽ I ആണ്. ആൻഡ് യൂണിറ്റ് ഓഫ് കറണ്ട് എന്താണ്? യൂണിറ്റ് ഓഫ് കറണ്ട് ആംപിയർ ആണ്. ഓക്കെ, ആംപിയറിന് നമ്മൾ ക്യാപിറ്റൽ എയിലാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് കറണ്ട് ആംസ് ആണ്, അതിന് ക്യാപിറ്റൽ എയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, കറണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സർക്യൂട്ട് കാണാൻ പറ്റും. ഇവിടെ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വോൾട്ടേജ് മീൻസ് വിച്ച് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്. ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് വോൾട്ടേജ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഡി സി വോൾട്ടേജ് സോഴ്സ് കാണാൻ പറ്റും. പ്ലസ് മൈനസ് ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ സർക്യൂട്ട് ഫ്ലോ ആണ് ഫ്രം പോസിറ്റീവ് ടു or നെഗറ്റീവ് ടു പോസിറ്റീവ്, ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞേ. ഇവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷനിലാണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലെ, ഈ ഡയറക്ഷനിലാണ് ഉള്ളത്. വിച്ച് മീൻസ് ഈ ഒരു ഡി സി സോഴ്സിന്റെ നെഗറ്റീവ് എന്ന പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ബട്ട് ദ കറന്റ് ഫ്ലോ ഈസ് ഓൾവേസ് ഒപ്പോസിംഗ് ദി ഇലക്ട്രോൺ ഫ്ലോ. ദാറ്റ് ഈസ് കറന്റ് ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലായിരിക്കും. സോ കൺവെൻഷണൽ കറന്റ് ഫ്ലോ ഇതുപോലെയായിരിക്കും. ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് സൈഡ് ടു നെഗറ്റീവ് സൈഡ്. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. ഇത് ഞാൻ നിങ്ങളുടെ 4th മൊഡ്യൂളിലും ഞാനൊന്ന് ആ ഒരു PN ജംഗ്ഷൻ ഡയോഡ് പറയുന്ന സമയത്ത് പറഞ്ഞതാണ്. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസ് വിൽ മൂവ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആൻഡ് ദ കറന്റ് വിൽ മൂവ് ഫ്രം, നമ്മൾ കൺവെൻഷണൽ കറന്റ് ഫ്ലോ എടുക്കുക എപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത് കറന്റ്, ബട്ട് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇസ് ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് വി ആർ ടേക്കിംഗ് ദ കൺവെൻഷണൽ കറന്റ് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഓക്കെ, അത് ഓർമ്മിക്കുക. കറന്റ് ഫ്ലോ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ ഫ്ലോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഓക്കെ, these all are about current. So current, it is defined as the flow of electrons, otherwise the time rate of change of electrons, and its unit is ampere, representing capital A, and the symbol of current is capital I, and its conventional direction is always taken from positive terminal to the negative terminal. Okay, and next comes resistance. Okay, resistance നമ്മളിപ്പോൾ 4th module just discuss ചെയ്തേ ഉള്ളൂ അല്ലേ. Resistance is the electrical property of a substance to resist the flow of electrons. Okay, that is resistance. Resistance is the electrical property of a substance to resist the flow of electrons. Okay, flow of electrons resist ചെയ്യുന്നതാണ് എന്ത്? resistance, which means കറന്റ് ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുക അല്ലെ, ബിക്കോസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത്? കറന്റ്. സോ കറന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആൻഡ് ദ യൂണിറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം, OHM, ഓർ നമ്മൾ ഇതിനെ ഈ ഒരു സിമ്പിളിലാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസിന് എപ്പോഴും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? റെസിസ്റ്റൻസിന്റെ സിമ്പിൾ എന്താണ്? ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ആൻഡ് ഒരു റെസിസ്റ്റൻസിന് നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ടിൽ സ്കീമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക? ദിസ് ഈസ് ദ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് റെസിസ്റ്റർ. Okay, resistance is the electrical property of a substance to resist the flow of electrons, and its unit is ohm. ആ ഒരു സിമ്പിൾ ഓർക്കുക, അല്ലെങ്കിൽ OHM അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R വെച്ചിട്ടാണ്. ആൻഡ് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓർ സ്കീമാറ്റിക് സിമ്പിൾ ഓഫ് എ റെസിസ്റ്റർ ഈസ് ലൈക്ക് ദിസ്. ഇതാണ് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. ഓക്കെ, റെസിസ്റ്റർ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്.
Then there is another term that is resistance water analogy. Okay, നമ്മൾ കുറച്ച് മുന്നേ എന്താ വോൾട്ടേജ് വാട്ടർ അനലോഗി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത് സിമിലർ വേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റൻസ് വാട്ടർ അനലോഗിയും കൂടി പറയാം. വിച്ച് മീൻസ് നമുക്കൊരു പൈപ്പിൽ കൂടിയുള്ള വാട്ടർ ഫ്ലോനെ നമുക്കൊരു കണ്ടക്ടറും അത് കണ്ടക്ടറിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ആയിട്ടും അവിടെയുള്ള റെസിസ്റ്റൻസും ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹിയർ വി ക്യാൻ സീ ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള പൈപ്സ് ഉണ്ട് അല്ലേ. ഹിയർ പൈപ്സ് വിത്ത് ഡിഫറെന്റ് ഡയമീറ്റർ ആണ് അല്ലെ. ഫസ്റ്റ് വണ്ണിന് ഡയമീറ്റർ വളരെ കുറവാണ്, ബട്ട് ലാസ്റ്റ് വണ്ണിന് ഡയമീറ്റർ വളരെ ഹൈ ആണ് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ഡയമീറ്റേഴ്സിലുള്ള പൈപ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിയാണെങ്കിൽ ഏത് പൈപ്പിൽ കൂടിയായിരിക്കും കൂടുതൽ വാട്ടർ ഫ്ലോ ചെയ്യാം? ഓക്കെ, ഓർ ദ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് മോർ ഇൻ വിച്ച് പൈപ്പ്? ഞാൻ നമ്പർ കാണിക്കാം. ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3, ദിസ് ഇസ് 4 ആൻഡ് ദിസ് ഇസ് 5. Okay, through which pipe more water will flow? Yes, 5 അല്ലേ. 5 കൂടിയാണ്, 5 കൂടിയാണ് മോർ ഫ്ലോ ചെയ്യുക. എന്തുകൊണ്ടാണ്? That is higher while compared to 1, 2, 3 and 4. Okay, so more diameter ആണെങ്കിൽ more current, more water will flow. Okay, അതന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ. Okay, if the conductor size or conductor cross-sectional diameter is high, then more current will flow. Okay, ഇവിടെ എന്താണ്, ഡയമീറ്ററിന്റെ പൈപ്പിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. In the similar way, when the cross-sectional diameter of the or cross-sectional area of the conductor is more, then the current flow will also be increases. ഓക്കെ, അപ്പം ഒരു കണ്ടക്ടറിന്റെ കൂടെയുള്ള കറണ്ട് ഫ്ലോ കൂട്ടണമെങ്കിൽ അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, ഇനി അവിടെ നോക്കിയേ, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണ്, കറണ്ട് ഫ്ലോ കൂടുകയാണ്. കറണ്ട് ഫ്ലോ കൂടുക ഇൻ ദ സെൻസ് എന്താണ്, റെസിസ്റ്റൻസ് കുറയല്ലേ ചെയ്യുന്നത്. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. കറണ്ട് കൂടുവാണെങ്കിൽ എന്താണ്, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും അല്ലേ. ഇവിടെ നോക്കി, പൈപ്പിൽ കൂടെ ഒരു റെസിസ്റ്റൻസ് കുറവായത് കൊണ്ടല്ലേ കൂടുതൽ കറണ്ട് വേഗം ഫ്ലോ ചെയ്യുന്നത് അല്ലേ. that much amount of current ഫ്ലോ ചെയ്യുന്നത് എന്താണ്, അവിടെ ഡയമീറ്റർ കൂടുതലാണ്, സോ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് കുറവാണ്, സോ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ഫ്ലോ. ഓക്കെ, ഇവിടെ പൈപ്പ് 1 എടുക്കുകയാണെങ്കിൽ എന്താ, ഡയമീറ്ററിന്റെ സൈസ് ഇസ് സ്മോൾ ആണ്, സോ ദ ഓഫറിംഗ് റെസിസ്റ്റൻസ് ഇസ് മോർ ആയിരിക്കും, സോ എന്ത് ചെയ്യും, ഇതിൽ കൂടുതൽ വാട്ടർ ഫ്ലോ കുറയും. ഓക്കെ, സിമിലർ വേ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടറിന്റെ സൈസ്, ക്രോസ് സെക്ഷണൽ ഏരിയ അത് കൂടുതലാണ്, ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണ്, കറണ്ട് ഫ്ലോ ഓൾസോ ഇൻക്രീസിങ്. ഓക്കെ, കറണ്ട് ഫ്ലോ ഇൻക്രീസിങ് ഇൻ ദ സെൻസ് വാട്ട് ഇറ്റ് മീൻസ്, റെസിസ്റ്റൻസ് ഈസ് ലെസ് അല്ലെ, റെസിസ്റ്റൻസ് ഈസ് വെരി ലോ. ഓക്കെ, അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, ഇഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓർ പൈപ്പിന്റെ കേസ് ആണെങ്കിൽ ഇഫ് ദ ഡയമീറ്റർ ഈസ് മോർ ദെൻ ദ റെസിസ്റ്റൻസ് ഈസ് ലെസ്. ഓക്കെ, ഫിഫ്ത്ത് പൈപ്പിന്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്, ബട്ട് ഫസ്റ്റ് പൈപ്പിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്, 10,000 ohm ആണ് അല്ലെ. അപ്പം പൈപ്പിന്റെ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കുറയാണ്. അപ്പൊ എന്താണ്, ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതൊരു കണ്ടക്ടർ, ഇത് വേറൊരു കണ്ടക്ടർ. ദിസ് ഇസ് ഫസ്റ്റ് വൺ, ദിസ് ഇസ് സെക്കൻഡ് വൺ. ഈ കണ്ടക്ടേഴ്സിന്റെ ഏതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാകുക, കറക്റ്റ്, റെസിസ്റ്റൻസ് കൂടുതലുള്ളത് കണ്ടക്ടർ 1-നായിരിക്കും അല്ലെ. അവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്, കുറവാണ്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, R is equal to rho L by A അല്ലെ, where A is the area of cross section. സോ ഇത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, if area of cross section increases, resistance decreases. That is, resistance and area of cross section is inversely proportional. Okay, area of cross section increases, resistance decreases. Or if area of cross section decreases, then resistance increases. Okay, അപ്പൊ അതന്നെയാണ് ഇവിടെ പറഞ്ഞത്, area of cross section increase ചെയ്യുന്ന സമയത്ത് resistance will be decreasing. Okay, and length ആണെങ്കിലോ, length is directly proportional ആണ്. If the length increases, resistance also increases. Okay, ഇവിടെ പൈപ്പ് 1-ന്റെ ലെങ്ത് കുറെ കൂടുതലാണെന്ന് വെച്ചു.
ഓക്കെ, ലെങ്ത് കൂടുതലാണെങ്കിൽ ഇത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വീണ്ടും കൂടും. കാരണം ആ വാട്ടറിന് ഇത്രയും ലെങ്ത് കൂടെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ റെസിസ്റ്റൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ദ റെസിസ്റ്റൻസ് വാട്ടർ അനലോഗി. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണോ? യെസ്. Then next comes power. Okay, that is another terminology, that is power. Power is a product of voltage by current. Okay, power P is all we can simply represented by V. P is equal to V into I. Okay, it is a product of voltage and current. It is a time derivative of energy delivered to or extracted from a circuit branch. Okay, ഒന്നുകിൽ പവറിന് നമുക്ക് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ടൈം ഡെറിവേറ്റീവ് ഓഫ് എനർജി. Okay, rate of change of energy is also called power. Okay, or W, and its unit WATT represented by capital W. Okay, so power ഒന്നുകിൽ നമുക്ക് it is defined as a product of voltage and current, can be defined as a rate of change of energy or derivative, time derivative of energy. Okay, and it is normally represented by capital P, and its unit is watt, WATT. What is the unit of power? What is the unit of power? അത് ഓർത്താൽ മതി. Okay, capital W. Okay, this is a power. Okay, but these all are the basic terminologies of an electric circuit. Okay,